തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ച് ഹൈക്കോടതി. ദേവസ്വം ഓഫീസർ അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു. എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ഈ ആന എഴുന്നള്ളിപ്പിലെ വിവാദം, അതിൽ കോടതി ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി തന്നെ ദേവസ്വം അധികൃതരോട് കോടതി ആവശ്യപ്പെട്ടതുമാണ്. ഈ വിഷയത്തിൽ നിലപാട് എന്താണ്? മാത്രമല്ല, എന്തൊക്കെ നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടോ അത് പൂർണ്ണമായും അനുസരിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. ഇപ്പോൾ എന്താണ് ഈ നോട്ടീസ് അയക്കാനുള്ള പശ്ചാത്തലം? ഹൈക്കോടതിയിൽ നിന്നും ഇതുവരെ ഏതെങ്കിലും ഒരു കേസിൽ കേട്ടതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഏതെന്ന് ചോദിച്ചാൽ ഇനി പറയാം. അത് ഈ ആനയെഴുന്നള്ളിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തറ ദേവസ്വം ഓഫീസർ രഘുനാഥിനെ കോടതി ശകാരിച്ച സംഭവമാണെന്ന്. കാരണം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ കുടഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ദേവസ്വം ഓഫീസറോട് കർശനമായ ചോദ്യങ്ങൾ ചോദിച്ചു. ദേവസ്വം ഓഫീസറുടെ ചുമതലകൾ എന്താണ്? ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നാൽ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യുക? ഭക്തർ വന്ന് പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാതെ ഇരിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. ഭക്തർ ഈ ആനകളെ എഴുന്നള്ളിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു എന്നും പരമ്പരാഗതമായ രീതിയിൽ ആചാരങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആന എഴുന്നള്ളിപ്പിന് 15 ആനകളെ എത്തിച്ചതെന്ന് അദ്ദേഹം മറുപടിയായി പറഞ്ഞിരുന്നു. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ ഇറക്കരുത്, ദേവസ്വം ഓഫീസറുടെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. മഴയും ആൾക്കൂട്ടവും വരുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാനാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് കോടതി പറഞ്ഞു. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ദേവസ്വം ഓഫീസർ പറഞ്ഞത് 15 ആനകളെ ഒരുമിച്ച് ആനക്കൊട്ടിലിൽ കയറ്റിയത് മഴ വന്നതിനാലാണ് എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. അതിനും കേട്ടു അദ്ദേഹത്തിന് കണക്കറ്റ് വിമർശനം. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട് ശകാരം. ദേവസ്വം ഓഫീസറോട് ചോദിച്ചത് നിങ്ങൾ നടത്തിയത് അടിമുടി ചട്ടലംഘനമാണ്, അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നു. ഭക്തരുടെ ജീവനാണ് നിങ്ങൾ അപകടത്തിലാക്കിയത്, ദേവസ്വം ഓഫീസർക്ക് മതിയായ വിശദീകരണമില്ലല്ലോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. വലിയ വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചു, കോടതി ലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നു, മറുപടി വേണം. ഇതാണ് കോടതി പറഞ്ഞത്. അതായത് അടിമുടി വിമർശനം, ശകാരം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.